ഇന്ന് നമുക്ക് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കാര്യങ്ങളും നോക്കാം. എൻ്റെ പേര് നീരാഞ്ജന. ഞാനൊരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7-8 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് എൻ്റെ സ്കിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്രീമായിരുന്നു. ഒരു 2018 ശേഷം എൻ്റെ ഫേസിൽ ഒരുപാടായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലഡിന് ശേഷം ആ ഫ്ലഡിൽ ഞാൻ പെട്ടുപോയതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിൽ എന്തോ ഇൻഫെക്ഷൻ പോലെ ആയിട്ട് കുറേ പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് വന്നതിന് ശേഷം എൻ്റെ സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് സ്കിൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ സൺസ്ക്രീൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ. 2018 ശേഷം ഞാൻ ഈ സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ കാനഡയിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ സൺസ്ക്രീൻ അവൈലബിൾ അല്ല. ഞാൻ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് 7-8 വർഷമായിട്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മാറ്റിയിട്ടില്ല. കാരണം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ ആണ്. അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ എഫക്റ്റാണ്. ഇത് ചില ഫാർമസിയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ SPF 45 ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ് ബ്രിസ്റ്റ. ഇതും എനിക്ക് എൻ്റെ സ്കിൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഇതൊരു 20 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതും ചില ഫാർമസിയിൽ മാത്രമാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കേണ്ടി വരും. ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബ്രിസ്റ്റ സ്റ്റീറോയിഡ് ഫ്രീ ആണ്, ബ്രിസ്റ്റൻ്റെ ക്രീമായിരുന്നു. ഇപ്പോൾ ഒരു ക്രീം ഇൻറ്റൻസ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു 1000-ൻ്റെ അടുത്ത് ഉണ്ടാകും. ബ്രിസ്റ്റൻ്റെ നോർമൽ ക്രീം ആണെങ്കിൽ 500 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. ഒരു 2 months ഒക്കെ എടുക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റീറോയിഡ് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് ഈ ബ്രിസ്റ്റ ക്രീം യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ഈ സൺസ്ക്രീനും കുറച്ചൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും. ഈ സൺസ്ക്രീൻ എന്നല്ല, നിങ്ങൾ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്താലും നല്ലതാണ്. നമ്മളെപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൂടുതലായിട്ട് എടുത്തറിയും. അതുപോലെ ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സെറാണ്. ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ടില്ല, കാരണം ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഗ്ലൂട്ടത്തയോൺ അടങ്ങിയിട്ടുള്ള സെറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഇത് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആക്നെ മാർക്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ റിവ്യൂ കണ്ടത്. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ആണ്. ഈ ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ബീ വാക്സും വേമ്പലപ്പട്ടയും അതുപോലെ തന്നെ വീട്ടിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലിപ് ബാം ആണ്. ഈ കളർ വരാൻ കാരണം വേമ്പലപ്പട്ടയാണ്. ഇപ്പോൾ വേമ്പലപ്പട്ട നമ്മൾക്ക് നോർമൽ ആയുർവേദ ശാലയിലൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. ഇന്നിപ്പോൾ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഏത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് എത്രത്തോളം മാച്ച് ആകുമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം പലർക്കും പല ടൈപ്പ് സ്കിന്നാണ്. ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്, ചില ആൾക്കാർക്ക് ഓയിലി, ചില ആൾക്കാർക്ക് ഡ്രൈ, ചിലപ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനുള്ള സ്കിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനത് പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് അലർജി ഉണ്ടാക്കില്ലെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരാൾക്ക് പറ്റുന്ന ഒരു ക്രീം അല്ലെങ്കിൽ പറ്റുന്നൊരു എന്ത് സാധനമാണെങ്കിലും നമ്മൾക്കത് പറ്റണമെന്നില്ല. കാരണം എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ സ്കിന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരുപാട് റീൽസും ഓരോ ക്രീമിൻ്റെ ഒക്കെ റിവ്യൂ ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പല ആൾക്കാരും റിവ്യൂ ചെയ്തൊരു ക്രീം ഉണ്ടായിരുന്നു. സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. ആ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ കേരളത്തിൽ തന്നെയാണ് 2 കുട്ടികളുടെ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കുട്ടികളും കസിൻസ് ആയതുകൊണ്ടാണ് ഈ ക്രീം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ കിഡ്നി കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായത്, കിഡ്നി കംപ്ലൈൻറ്റ്സ് വന്നെന്ന് മനസ്സിലായത്. കാരണം ഈ ക്രീമിന് പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഈ കുട്ടികൾ വാങ്ങി ഉപയോഗിച്ചതായിരുന്നു. അവർക്ക് 2 പേർക്കും കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഈ ഒരു ക്രീമിൽ നിന്നാണ്
ഇത്രയും പ്രശ്നം ഉണ്ടായത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് മാച്ച് ആണോ, നമ്മുടെ സ്കിന്നിന് എത്രത്തോളം സ്യൂട്ട് ആവുമെന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ്. നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ വൈകുന്നേരം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണ യൂസ് ചെയ്ത് സൺലൈറ്റ് കൊള്ളുകയാണെങ്കിൽ ചിലപ്പോൾ അത് കരിവാളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്കിന്നിന് അത് മാച്ച് ആവുമോ, നമ്മളൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നാൽപ്പാമരാതി വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് മുഖത്തെ പാടുകൾ മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചെറുതായിട്ട് നമ്മൾക്ക് നാരങ്ങ നീര് ചേർത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. കാരണം നാരങ്ങ നീര് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതെല്ലാവരുടെ സ്കിന്നിന് സ്യൂട്ട് ആവണമെന്നില്ല. നമ്മളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മഞ്ഞളാണെങ്കിൽ നല്ലതാണ്. ഉലുവ വളരെയധികം നല്ലതാണ്. നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാക്കാനും സ്കിന്നിൽ ബ്രൈറ്റനിങ് ഫീൽ തോന്നാനൊക്കെ നല്ലതാണ്. പക്ഷെ ഉലുവയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഉലുവ യൂസ് ചെയ്താൽ ചിലപ്പോൾ പിമ്പിൾസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചില ആൾക്കാരുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും വേണമെന്നില്ല, നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിന് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലോവേരയൊക്കെ വളരെയധികം നല്ലതാണ്. പക്ഷെ അലോവേര നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ യെല്ലോ കളറിലെ ആ ലിക്വിഡ് കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂസ് കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് സ്യൂട്ടാകുന്നൊരു സാധനം നമ്മൾക്കത് മാച്ച് ആവണമെന്നില്ല. പിന്നെ നമ്മൾ സ്കിന്നിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂട്ടീൻസ് ഉണ്ട്. ഇന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതിലൊന്നാണ് ടോണർ. നമ്മൾ ഇപ്പോൾ ടോണർ നിർബന്ധമായിട്ടും ചെയ്തില്ലെങ്കിലും നല്ലൊരു സെറം അപ്ലൈ ചെയ്യണം. പല ടൈപ്പ് സെറം അവൈലബിൾ ആണ്. അപ്പോൾ ആക്നെ മാർക്സ് പോകാനായിട്ട് അല്ലെങ്കിൽ സ്കിന്നൊന്ന് ബ്രൈറ്റ് ഒക്കെ ആവാനാണെങ്കിൽ വൈറ്റമിൻ സിൻ്റെ സെറം നല്ലതാണ്. അല്ലെങ്കിൽ റെറ്റിനോളിൻ്റെ സെറം, നമ്മൾ ആൻറ്റി ഏജിങ് ഒക്കെയാണ്. അപ്പോൾ പല ടൈപ്പ് സെറം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സ്കിന്നിൽ നമ്മുടെ ഫേസിൽ എന്ത് ടൈപ്പ് ഇഷ്യൂ ആണ് നോക്കിയിട്ട് വേണം നമ്മൾ സെറം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു 45 to 50 ഉള്ള സൺസ്ക്രീനാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം നമ്മൾ ഈ പുറത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാകും എക്സ്റ്റേണലി. പക്ഷെ ഇൻറ്റേർണലി നമ്മളുടെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലപോലെ കുടിക്കണം. ഫ്രൂട്ട്സ് കഴിക്കണം. വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടല്ലേ, ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാനും സ്കിന്നിന് ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിന്നിൽ ഈ എക്സ്റ്റേണലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്റേണലി ചെയ്താലാണ് നമുക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ നമ്മൾ കുറേ അധികം കഴിക്കുന്നത് നല്ലതാണ്. സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്.